ഉണ്ണിയമ്മേ കുമ്പടി വന്നു. സർക്കാരിന് വലിയ ജനപ്രീതിയാണ് എന്ന് പറയുന്നു. നിർണായകമായ ഒരു ഉപതെരഞ്ഞെടുപ്പാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപേ ഉള്ളത്. അവിടെ ഇത്രയും സമയമായിട്ടും സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ കഴിയാത്തതിനെ ആത്മവിശ്വാസക്കുറവായി കാണണോ? അത് ഉത്തരം പറ. ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം കഴിഞ്ഞ 9 വർഷക്കാലമായി കേരളത്തെ ഒരു നവകേരളമാക്കി മാറ്റിയ അഭിമാനകരമായ കാര്യം തന്നെ ജനങ്ങൾക്ക് മുന്നിൽ പറയും. എന്താ സംശയം? ചാടി എഴുന്നേറ്റ് പഞ്ചായത്ത് ഗ്രൗണ്ട് വഴി 2 റൗണ്ട് ഓടി ഒന്ന് പോടോ. ഞങ്ങള് രണ്ടാമത് അധികാരത്തിൽ വരുന്ന ഘട്ടത്തിൽ, ആ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ പറഞ്ഞു, ഇതാ 900 കാര്യങ്ങൾ ഞങ്ങൾ ഈ കേരളത്തെ നടപ്പാക്കും. ആ 900 കാര്യങ്ങൾ മാത്രമല്ല, അതിന്റെ കൂടെ 83 പുതിയ കാര്യങ്ങൾ കൂടി, പുതിയ പദ്ധതികൾ കൂടി മുന്നോട്ട് വെച്ച് 983 പദ്ധതികളുടെ പ്രോഗ്രസ് റിപ്പോർട്ട് ജനങ്ങൾക്ക് മുന്നിൽ, മാധ്യമങ്ങൾക്ക് മുന്നിൽ, പൊതുസമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിച്ചിട്ട് അഭിമാനത്തോടു കൂടിയാ നിൽക്കുന്നത്. ആണോ? ഭയങ്കര. അതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ ഭയപ്പാടിന്റെ പ്രശ്നമില്ല. മനസ്സിലായില്ലേ? പല ഘട്ടങ്ങളിലും മുടങ്ങിപ്പോയ പദ്ധതികൾ എന്തിനാടാ ഇങ്ങനെ ഓരിയിടുന്നത്? പിണറായി വിജയന്റെ പേരിൽ നിലമ്പൂരിൽ ആരെ നിർത്തിയാലും ജയിക്കേണ്ടതല്ലേ അദ്ദേഹത്തിന്റെ ഭരണനേട്ടങ്ങൾ ഉയർത്തി കാണിച്ചുകൊണ്ട്? പിന്നെ ആരെങ്കിലും പ്രഖ്യാപിക്കാമായിരുന്നല്ലോ. ഈ വെള്ളിയാഴ്ച വരെ കാക്കുന്നത് എന്തിനാണ്? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇലക്ഷൻ പ്രഖ്യാപിച്ചു. ആ ഇലക്ഷൻ പ്രഖ്യാപനത്തെ അടിസ്ഥാനപ്പെടുത്തി ഞങ്ങളുടെ സംഘടനാ പ്രവർത്തനങ്ങൾ അവിടെ സജീവപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ വളരെ സജീവമായി ഇവിടെ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്നതാണ്. നാക്കെടുത്താന്നേ പറയൂ. ഒരു കാര്യം വെല്ലുവിളിച്ച് തന്നെ പറഞ്ഞേക്കാം, നിലമ്പൂർ മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ PV അൻവർ നേടിയതിനേക്കാൾ ഭൂരിപക്ഷത്തിൽ ഇടതുപക്ഷത്തിന് എന്റെ സ്ഥാനാർത്ഥി അവിടെ വിജയിച്ചിരിക്കും. ഈ തെരഞ്ഞെടുപ്പിൽ നല്ലതുപോലെ രാഷ്ട്രീയം പറഞ്ഞു തന്നെ ഞങ്ങൾ മുന്നോട്ട് പോവും. നല്ലതുപോലെ വികസനത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞു തന്നെ ഞങ്ങൾ മുന്നോട്ട് പോവും. പറയുന്ന നിനക്കില്ലേലും കേൾക്കുന്ന എനിക്കില്ലടാ ഒരു ചളുപ്പ്. എന്തേ അബിൻവർക്ക് PV അൻവർ ഉന്നയിച്ച ഈ കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് ഏറ്റെടുക്കാൻ കഴിയാതെ പോയത്? നിങ്ങളല്ലേ ഇവിടെ പ്രതിപക്ഷം, നിങ്ങളല്ലേ വലിയ വീരശൂര പരാക്രമികളായ പ്രതിപക്ഷം. നിങ്ങൾക്ക് ഒന്നും കഴിയില്ല. ആവേശം കൊണ്ട് ഓരോന്ന് വിളിച്ചു പറഞ്ഞ് തടിയേടാക്കണ്ട, പണിയെടുക്കാതെ ജീവിക്കാൻ നോക്ക്. അൻവറിനെ പോലുള്ള കുറെ എന്താ പറയാ, ഞാൻ പറഞ്ഞ പിന്നെ കൂടിപ്പോവും. ഇങ്ങനെയുള്ള കുറെ ആളുകളെ പിടിച്ചിട്ട് ഈ ഇലക്ഷൻ ജയിക്കാൻ പറ്റുമോ? നിങ്ങളുടെ ആലോചന, നിങ്ങൾക്കത് കഴിയില്ല. തടയരുത്. അൻവർ ഇത് പറയാനുള്ള ആളല്ല. ഞങ്ങളുടെ കാര്യം ഞങ്ങൾ നോക്കിക്കോളും. അൻവർ പോയിട്ട് അൻവറിന്റെ പണിയെടുത്തു എന്ന് പറയാനുള്ള ധൈര്യം കോൺഗ്രസ് കാണിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഈ പറഞ്ഞ സ്ഥാനാർത്ഥിയെ പുലഭ്യം പറഞ്ഞ അൻവറിനെ കാണാൻ, അൻവറുമായി സെറ്റിൽമെന്റ് നടത്താൻ പലരെയും ചുമതലപ്പെടുത്തിയിരിക്കുന്നു. ലീഗിന്റെ നേതാക്കന്മാരെ വിളിച്ചിട്ട് അതിനാവശ്യമായ സഹായങ്ങൾ ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. ഇപ്പോഴും അൻവറിന്റെ പിന്നാലെയാണ്. അതിനൊന്നും ഇല്ലേ എന്നാണ് ഇവിടെ എവിടെയാണ് കോൺഗ്രസ് അൻവറിന്റെ പിന്നാലെ പോയത്, അല്ലെങ്കിൽ മുസ്ലിം ലീഗ് അൻവറിന്റെ പിന്നാലെ പോയത്? അൻവർ അങ്ങോട്ടാണ് പിന്നാലെ പോയത്. ഞാൻ പറഞ്ഞത് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ബോഡി, അവരുടെ ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിക്കെതിരായിട്ട് ആ സെക്കൻഡിൽ തന്നെ അധിക്ഷേപകരമായ നിലയിൽ പ്രസ്താവന നടത്തിയിട്ടുള്ള ഒരാളെ അത് തെറ്റാണ് എന്ന് പരസ്യമായി തള്ളി പറയാൻ, 2 വർത്തമാനം അയാളോട് പറയാൻ കേൾപ്പില്ലാത്ത, അന്തസ്സില്ലാത്ത, അഭിമാനബോധമില്ലാത്ത, കവി തല്ലുവാങ്ങിയിട്ടേ പോകുന്ന തോന്നുന്നത് ഒരു പാർട്ടിയും മുന്നണിയുമായിട്ട് UDF അധപ്പതിച്ചു. ഇവനെന്ത് വിവരക്കേടാ ചോദിക്കുന്നേ? അന്തസ് ഉണ്ടാവണമെങ്കിൽ ഈ PV അൻവർ ഹൈക്കമാൻഡിന്റെ തീരുമാനത്തെ വെല്ലുവിളിച്ചുകൊണ്ട് UDFന്റെ ഭാഗമായി ഈ പ്രചരണത്തിലെല്ലാം പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഈ വർത്തമാനം പറയുമ്പോ മിണ്ടാതിരിക്കണ എന്ന് പറയാനുള്ള നട്ടല് വേണം. എന്റെ വായിക്കാത്ത കയറി വിടുവിച്ചാലേ ശരിയാവും. പലരെയും പിന്നാലെ വിടുകയാണ്, ചർച്ച നടത്തുകയാണ്. അതിനെയാണ് അന്തസ് കിട്ട പാർട്ടി എന്ന് പറയാ. ഇവൻ നിനക്കൊരു പരാജയമാണ് എന്നും, ഐ മീൻ ലോക പരാജയം. അതാണ് അന്തസ് കേട്. മനസ്സിലായില്ലേ? അയ്യോ അങ്ങനെ പറഞ്ഞൂടാ, പിന്നെ ഞാൻ എന്തിനു വന്ന? ഇപ്പൊ ഈ ആര്യാടൻ ഷൗക്കത്തിനെ കുറിച്ച് എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട് അൻവർ. ആര്യാടൻ ഷൗക്കത്ത് ലീഗിന്റെ നേതാക്കന്മാരെ കുറിച്ച് എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട്. ലീഗിന്റെ പാണക്കാട് തങ്ങളെ കുറിച്ച് എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാ പറയുന്നേ? ജനങ്ങൾക്ക് അല്പം ചരിത്രബോധവും ഓർമ്മയും എല്ലാം ഉണ്ട് നിഷ. അവിടെ ജനങ്ങൾ അത്ര പെട്ടെന്ന് മറന്നു പോവില്ല. ഈ വേണ്ടാത്ത കാര്യങ്ങൾ പറയല്ലേ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ പറഞ്ഞല്ലോ, ഈ നിലമ്പൂർ മണ്ഡലത്തിൽ നടപ്പാക്കിയ വികസന പ്രവർത്തനമുണ്ട്, കേരളത്തിലാകെ നടപ്പാക്കിയ വികസന പ്രവർത്തനമുണ്ട്. ഇപ്പൊ എന്തോ എങ്ങനെ അബിൻവർക്ക് എന്തോ പ്രോഗ്രസ് കാർഡിനെ കുറിച്ചൊക്കെ വല്ലാതെ ആക്ഷേപിക്കുകയാണ്. അബിൻവർക്ക് ആ ആക്ഷേപമൊന്നും വേണ്ട. പ്രോഗ്രസ് കാർഡിന്റെ മാത്രം വിഷയത്തിൽ ഒരു ചർച്ചയ്ക്ക് ഞങ്ങൾ തയ്യാറാണ്.
ആഞ്ജനേയ സ്വാമി. പ്രോഗ്രസ് കാർഡിൽ ദേശീയപാത പ്രോഗ്രസ് കാർഡിന്റെ മുഴുവൻ വിഷയത്തിലേക്ക് വരാം. താങ്കൾ ഇപ്പോൾ ഈ മൗനത്തെക്കുറിച്ച് ദേശീയപാത പറഞ്ഞപ്പോൾ ഞാൻ യാഥാർത്ഥ്യമാക്കാൻ ഓർക്കുകയായിരുന്നു. സംസ്ഥാന സാക്ഷാൽ മുഖ്യമന്ത്രി ഗവൺമെന്റിന്റെ ഭരിക്കുന്ന ഖജനാവിൽ പണം ആഭ്യന്തര കൊടുത്തു. വകുപ്പിനെതിരെ ഈ പി വി അൻവർ ആദ്യം ആരോപണങ്ങളുമായി രംഗത്ത് വന്നപ്പോൾ എത്ര നാളാണ് CPM-ഉം മുഖ്യമന്ത്രിയും എല്ലാം മൗനം പുലർത്തിയത്? ചോദിക്കേ. പരാതി പരിശോധിക്കും, അതിന് മുഖവിലക്കെടുക്കും. അങ്ങനെയല്ല ഒരു ജനപ്രതി അധികാരി ചെയ്യേണ്ടത്. അതല്ലേ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി അപ്പൊ അതേ ന്യായം അന്വേഷിച്ചല്ലോ. കോൺഗ്രസിനും ബാധകമല്ലേ? അതല്ല ഉദ്ദേശം, ഞാൻ മാറി. ഈ ഇദ്ദേഹം എന്തൊക്കെയോ ആരോപണങ്ങൾ സ്ഥാനാർത്ഥിയെ പറ്റി പറഞ്ഞു. അത് പറഞ്ഞ പശ്ചാത്തലം പരിശോധിക്കണം അല്ലെ? അയാളുടെ നിലപാട് എന്താണെന്ന് പരിശോധിക്കണം. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. ഇതിനൊക്കെ ശേഷമല്ലേ കോൺഗ്രസ് നേതൃത്വത്തിനും പ്രതികരിക്കാൻ കഴിയൂ? മുഖ്യമന്ത്രിക്ക് അൻവറിന്റെ ആരോപണങ്ങളെ പറ്റി മൗനം പാലിക്കാമെങ്കിൽ കോൺഗ്രസ് നേതൃത്വത്തിനും അതാവാം അല്ലേ? അത് രാഷ്ട്രീയ ആരോപണമാണ് ഷാനി. ഇത് ഭരണപരമായ കാര്യമാണത്. നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? രാഷ്ട്രീയമായ ഒരാളെ ആക്ഷേപിച്ചു കഴിഞ്ഞാൽ, തങ്ങളുടെ സ്ഥാനാർത്ഥി ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥി ആക്ഷേപിച്ചു കഴിഞ്ഞാൽ നിങ്ങളോട് എനിക്കൊരു ദേഷ്യമില്ല. വിവരമില്ലായ്മ ഒരു കുറ്റമല്ലല്ലോ. അതെ, കഴിയുന്നില്ല. അതും മുഖ്യമന്ത്രിയുടെ മുന്നിൽ വന്ന പരാതിയും ഒരുപോലെയാണ് നിങ്ങൾ കാണുന്നത്. എന്താണ് നിഷ നിങ്ങൾ പറയുന്നത്? മുഖ്യമന്ത്രിയുടെ പരാതിയെ കുറിച്ച് അല്ല ഞാൻ പറയുന്നത്. വാർത്താ സമ്മേളനം നടത്തി കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളിൽ സാക്ഷാൽ പിണറായി വിജയൻ മൗനം പാലിച്ചതിനെ കുറിച്ചാണ് ഞാൻ ചോദിച്ചത്. ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ല, ഞാൻ നേരെ ചിറാപുഞ്ചിയിൽ പോയി മണം വിൽക്കാൻ പോകുന്നു. നിങ്ങളെന്താ പറയുന്നത്? മുഖ്യമന്ത്രിയുടെ മുന്നിൽ PV അൻവർ പരാതി കൊടുത്തപ്പോൾ അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞതുപോലെ കാത്തിരിക്കണമായിരുന്നു. ഇന്നലെ ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയെ പുലഭ്യം പറഞ്ഞപ്പോ മറുപടി പറയാൻ കോൺഗ്രസിന്റെ ഈ കാലതാമസം എന്നല്ലേ നിങ്ങൾ സമീകരിച്ചത്? നിഷാ പുരുഷോത്തമൻ എന്ന ഒരു പ്രധാനപ്പെട്ട മാധ്യമപ്രവർത്തക ഇത് രണ്ടും ഒന്നാണെന്ന് പറഞ്ഞാൽ സമ്മതിച്ചു തരാൻ തയ്യാറല്ല എന്ന് ഞാൻ പറയുന്നത്. എന്തോ അലമ്പുണ്ടാക്കാൻ വന്നിരിക്കുക. സമ്മതിച്ചു തരാൻ കഴിയില്ല. നിങ്ങൾ കോൺഗ്രസ് ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് ഇത് രണ്ടും ഒന്നാണെന്ന് സമർത്ഥിക്കാൻ വേണ്ടി നോക്കിയല്ലോ. അത് ശരിയല്ല. രാഷ്ട്രീയമായിട്ടാണ് അഭിപ്രായം പറയേണ്ടത്. എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? ആ രാഷ്ട്രീയമായിട്ടുള്ള അഭിപ്രായം പറയാനുള്ള കെൽപ്പ് കോൺഗ്രസ് കാണിച്ചിട്ടില്ല. മുഖ്യമന്ത്രിയും തയ്യാറാവണ്ടേ എന്നുള്ളതായിരുന്നു ഞാൻ ചോദിച്ചത്. ശ്രീ സനോജ്, ബുദ്ധനാണ് സത്യം. ഞാൻ ആ വ്യാളി തലതല്ലി ചാവും. എന്റെ നിഷ, ഈ മലർപ്പൊടിക്കാരുടെ സ്വപ്നം എന്നുള്ളതല്ലാതെ എന്താണ് പറയുന്നത്? ഇവിടെ ശ്രീ സനോജ് പറയുന്നത് VS ജോയി എന്തോ ഒരു പ്രശ്നം അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്, അതുകൊണ്ട് VS ജോയിയുടെ കുറെ വോട്ടുകൾ. അതെ അതെ, PV അൻവറിന്റെ ഷൗക്കത്തിനെ തോപ്പിക്കണം, അതുകൊണ്ട് PV അൻവറിന്റെ കുറെ വോട്ടുകൾ. പിന്നെ അങ്ങനെ ഷൗക്കത്തിനെതിരായിട്ടുള്ള മറ്റു കുറെ കോൺഗ്രസ്സുകാരുണ്ട്, അവരുടെയൊക്കെ കുറെ വോട്ടുകൾ. അതൊക്കെ കിട്ടി ഞങ്ങൾ ജയിക്കുമെന്ന് പറയാൻ മാത്രം രാഷ്ട്രീയ അല്പത്തരം ശ്രീ സനോജ് കാണിക്കരുത് എന്നുള്ളതാണ് പറയാനുള്ളത്. കാരണം VS ജോയി അദ്ദേഹം പറഞ്ഞു VS ജോയിയെ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥി ആക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ആക്കരുതെന്ന് ആരോട് പറഞ്ഞു? നിങ്ങളോട് പറഞ്ഞോ? അല്ലെങ്കിൽ ഈ മാധ്യമങ്ങളോട് പറഞ്ഞോ? ഇവിടെ ആരോടെങ്കിലും പറഞ്ഞോ? നീ അറിഞ്ഞ ഞാൻ പെട്ടു. ഇന്നലെ ശ്രീ VS ജോയി പറഞ്ഞ വാക്കുകൾ എന്താണ് എന്നുള്ളത് നമുക്കറിയാം. അര വാക്കുകൊണ്ടോ ഒരു നോക്കുകൊണ്ടോ ഞാൻ ഈ സ്ഥാനാർത്ഥിക്ക് എതിരല്ല. ശ്രീ ആര്യാടൻ ഷൗക്കത്ത് അവിടെ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു വരുമെന്നാണ് പറഞ്ഞത്. അത് നിങ്ങളാരും കേട്ടില്ലായിരുന്നോ? ദേശീയവാദയെ കുറിച്ച് ഇനിയും പറയാൻ എങ്ങനെ CPM-ന് ധൈര്യം വരുന്നു എന്നുള്ളതാണ്. തൊട്ടു നോക്കി വികസനം കണ്ട ആളുകളാണ് ഒരൊറ്റ രാത്രി കൊണ്ട് ആ വികസനം എന്റെ അല്ല എന്ന് പറയുന്നത് എന്നുള്ളിടത്താണ്. പിന്നെ അയ്യോ എനിക്കിപ്പോ ബോധം പോകും. കേരളയിൽ വരും കേട്ടോ എന്ന് പറഞ്ഞ ഡയലോഗ്, തൃക്കാക്കരയ്ക്ക് തൊട്ട് മുമ്പ് പറഞ്ഞ ഡയലോഗൊക്കെ ഇപ്പോഴും നമ്മുടെ മുമ്പിലുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ വികസനം എന്താണ്? 983-ൽ 900 നടക്കാത്ത കാര്യങ്ങളാണ്. അതാണ് നിങ്ങൾ വികസനം എന്ന് പറയുന്നത്. ഞാൻ അതുകൊണ്ട് തന്നെ ഉറപ്പിച്ചു പറയുന്നു, നിങ്ങൾ വികസനം ചർച്ച ചെയ്യണമെങ്കിൽ വികസനം ചർച്ച ചെയ്യാം. ഈ കേരളത്തിലെ ഭരണകക്ഷിയുടെ പെർഫോമൻസ് ചർച്ച ചെയ്യാം. ഞാൻ അതാണല്ലോ പറയുന്നത്. ആ വെല്ലുവിളി എന്തുകൊണ്ടാണ് നിങ്ങൾ ഏറ്റെടുക്കാത്ത? വികസനം, അതായത് നിങ്ങൾ പറയുന്നത് ഈ സർക്കാർ പൂർണ്ണമായി വികസനോന്മുഖമായ സർക്കാരാണ്, ഈ സർക്കാർ ജനോപകാരപ്രദമായ സർക്കാരാണ് എങ്കിൽ ഒരൊറ്റ വാക്ക് പറഞ്ഞാൽ മതി. നിർത്തി ഇത് പിണറായി വിജയൻ സർക്കാരിന്റെ 4.5 കൊല്ലത്തിന്റെ വിലയിരുത്തലാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ്. ഇത്രയും പറഞ്ഞാൽ മതി. അങ്ങനെയാണെങ്കിൽ ആ വെല്ലുവിളി ഞങ്ങൾ അങ്ങോട്ട് വെക്കുകയാണ്. ഈ വെല്ലുവിളി ഒന്ന് തിരിച്ചു പറയാൻ ഇനി പിണറായി വിജയൻ വേണ്ട, CPM-ൽ ആരെങ്കിലും ഒരാളുണ്ടോ സനോജ്? ആരെങ്കിലും ഒരാൾ കിട്ടിയ മുതലും പലിശ ചേർത്ത് കിട്ടി. ആരും കണ്ടില്ല. വാ, ആദ്യം ഒരു അല്പ അസൗകര്യം കാണും, പിന്നെ അത് ശീലമായിക്കോളും. അപ്പൊ നേരം കളയാണ്ട് അടുത്ത മഴയ്ക്ക് മുമ്പ് എല്ലാരും അവനവന്റെ കൂരയ്ക്ക് പോയി ചേരി.
എല്ലാരും പിരിഞ്ഞു പോയി എല്ലാവരും പിരിഞ്ഞു പോകണം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ആകാശത്തേക്ക് വെടിവെക്കേണ്ടി വരും. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.